ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഭയങ്കര ഉഗ്രൻ പ്ലാനൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞിനെ കൊല്ലാൻ നമ്മുടെ ജാനമ്മയുടെ അടുത്തേക്കാണ് വിഷമരുന്നൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജാനമ്മ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം കുഞ്ഞാണെങ്കിൽ എഴുന്നേക്കാത്തത് കണ്ടിട്ട് രണ്ടമ്മമാരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തൊട്ടിലിനരികിലെത്തിയ ജാനമ്മ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ രണ്ടുപേരും ഇവ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിലും ബഹളവും ഒന്നും കേൾക്കാത്തതുകൊണ്ട് വന്നതാണെന്നും കുഞ്ഞ് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഉണരുന്നതല്ലേ, എന്താ ഇപ്പോൾ ഉണരാത്തതെന്ന് ചോദിക്കുമ്പോൾ ജാനമ്മയാണെ പറയുന്നുണ്ട്, കുഞ്ഞിന് നല്ല ക്ഷീണമുണ്ട്, അത് ഉറങ്ങിക്കോട്ടെ, എന്തായാലും അത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാമല്ലോ, ഇപ്പം അതിനെ എടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ ജാനമ്മ അവകാശവാദം പറയുമ്പോൾ നമ്മുടെ ലേഖയ്ക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. അതിനുശേഷം ലേഖയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ സ്വഭാവമൊന്നും അത്ര പിടിക്കുന്നില്ല, വലിയ വിനയത്തോടൊക്കെ നിൽക്കുന്നത് ഭയങ്കര പൈസയ്ക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ലേഖയെ, എന്തായാലും ജാനമ്മ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ലേഖയെന്നൊക്കെ മഹി പറയുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിനക്കും കണ്ടിടണം പണ്ട് മുതലേ ഇങ്ങനെയാണല്ലോ, ആൾക്കാരോട് ഭയങ്കര സ്നേഹമാണല്ലോ, അതുകൊണ്ട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജാനമ്മ നീ കുറ്റമൊന്നും പറയണ്ട ലേഖയെ, ജാനമ്മ എനിക്കിപ്പോൾ ഒരു അമ്മയെ പോലെയാണ്, എൻ്റെ കുഞ്ഞിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു മുത്തശ്ശിയാണ് എനിക്ക് ജാനമ്മ, എൻ്റെ കുഞ്ഞിനെ അത്രയേറെയാണ് ജാനമ്മ നോക്കുന്നത്, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലേഖയോട് നമ്മുടെ മഹിയാണെങ്കിൽ. അങ്ങനെ ജാനമ്മയ്ക്ക് വേണ്ടി വാദിക്കുന്ന മഹിയെ കണ്ടിട്ട് ജാനമ്മയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം അവരുടെ കുഞ്ഞിനെ ആണല്ലോ ജാനമ്മ ഇപ്പോൾ കൊല്ലാൻ ശ്രമിച്ചത്. കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ, അത് മരിച്ചു കഴിഞ്ഞോ എന്ന് ജാനമ്മയ്ക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ജാനമ്മയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ രണ്ടമ്മമാരുടെ കുഞ്ഞിനെയാണല്ലോ ഈശ്വര ഞാൻ കൊന്നു കളഞ്ഞത്, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തായാലും അറിയാതെ ചെയ്തതാണ്, എന്നെ വിട്ടേക്കണ ദൈവമേ, ഈ വയസ്സാം കാലത്ത് എൻ്റെ മകനാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്തിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ദൈവങ്ങളോട് നമ്മുടെ ജാനമ്മയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ ജാനമ്മയാണെങ്കിൽ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തി ജാനമ്മയുടെ മകനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മേ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ മഹാഭാവി, നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്, നീ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജാനമ്മയാണെങ്കിൽ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കും, ഉത്തരം നിങ്ങൾ നൽകും എന്ന് പറയുന്നുണ്ട് ആ ദ്രോഹിയാണെങ്കിൽ. അപ്പോഴേക്കും ജാനമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതെ ഞാൻ ആ കുഞ്ഞിനെ കൊന്നു, ഇതിൻ്റെയൊക്കെ ശാപം എവിടെയാണ് നീയൊക്കെ കൊണ്ടുപോയി തീർക്കുക, എന്തായാലും അതിനെ കൊല്ലാൻ പൈസ തന്നവരും നീയൊക്കെ അനുഭവിക്കും, ഇതാ ഇപ്പം ഈ ഞാനും അനുഭവിക്കും, അതിനെ കൊന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്, എന്തായാലും ഞാൻ പിടിക്കപ്പെടും, എനിക്ക് പിടിക്കപ്പെടുന്നതിൽ സങ്കടമൊന്നുമില്ല, പക്ഷെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊന്നു കളഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ജാനമ്മയാണെങ്കിൽ. അങ്ങനെ ഒടുവിൽ ജാനമ്മയുടെ മകനാണെ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ വീടും പറമ്പൊക്കെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ്, നിങ്ങൾക്ക് മരിക്കുമ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വേണമെങ്കിൽ മാസാമാസം 1000 രൂപ ഞാൻ കയ്യിലോട്ടങ്ങ് വെച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ ഒരു തുള്ളി പൈസ പോലും വേണ്ട, നീ എൻ്റെ മകനായതുകൊണ്ട് നിൻ്റെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ജാനമ്മയാണെങ്കിൽ തൻ്റെ മകനോട് പറയുന്നുണ്ട്. അതിനുശേഷം മരുമകളാണെ പറയുന്നുണ്ട്, ഈ തള്ളയ്ക്ക് മറ്റൊന്നും പറയാനില്ലേ, എപ്പോഴും മറ്റുള്ളവരെ പറ്റി മാത്രമേ ഇവർക്ക് സംസാരിക്കാനുള്ളൂ, സ്വന്തം മകന് വേണ്ടി ഒന്നും തന്നെ ഇവർ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജാനമ്മയാണെ പറയുന്നുണ്ട്, നീ എന്ന് ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു അന്ന് മാത്രമേ ഇവൻ നല്ല വഴിക്ക് നടക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ജാനമ്മ അകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കണ്ണനാണെങ്കിൽ നമ്മുടെ വാമൻ്റെ ഭാര്യയാണെങ്കിൽ സീമന്ത്രി അവിടെ കമലേശ്വരം വീട്ടിൽ എത്തുന്നുണ്ട്. കമലേശ്വരം വീട്ടിൽ എത്തിയ ഉടൻ തന്നെ പൈസയ്ക്കാണ് സീമന്ത്രി ആവശ്യം പറയുന്നത്. ഇതൊക്കെ കേട്ട് സഹി കേട്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ നമ്മുടെ സീമന്ത്രി ആട്ടി ഇറക്കുന്നുണ്ട്. എന്തായാലും നിനക്ക് ഇതിനു മാത്രം ധൈര്യമുണ്ടോ ഈ വീട്ടിലോട്ട് കയറി വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നും ഇല്ലെന്ന് ഭയങ്കരമായിട്ട് തിരിച്ച് മറുപടി നൽകുമെന്ന നമ്മുടെ സീമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. സീമന്ത്രി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ദുർഗെ, നിൻ്റെ ചേട്ടൻ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്നോട് ചോദിച്ചിട്ടല്ല, അയാൾ എന്ത് ചോദിച്ചാലും ചെയ്താലും ഞാനൊന്നും അറിയാനും പോകുന്നില്ല. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഒരു തുള്ളി ചില്ലി പൈസ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് പൈസ തന്നാൽ എൻ്റെ അച്ഛൻ പോലും
എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ നിന്ന് വെറുതെ വായിട്ടലയ്ക്കുന്നത് ചുമ്മാതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. അങ്ങനെ ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും അവൻ പൈസ തരില്ല, അത് നീ ഓർപ്പിച്ചോ. കാരണം അവൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ അച്ഛനെയാണ്. ആ അച്ഛനെയാണ് നീയും നിൻ്റെ ഭർത്താവൊക്കെ കൂടെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് അവൻ നിനക്കൊന്നും ഒരു പൈസ പോലും തരില്ലെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുന്നുണ്ട്. ദുർഗയാണെങ്കിൽ കമലേശ്വരത്തിൽ നിന്ന് സീമന്തിരിയാണെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഉണ്ണിയായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ ഒരു പടുകിഴങ്ങനായി പോയല്ലോ, നിന്നെക്കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? എൻ്റെ മോളെ എന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു, അന്ന് എൻ്റെ മോളുടെ നാശം ഞാൻ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. പണിയില്ല, ജോലിയില്ല, പൈസയില്ല, സ്വത്തില്ല, ഒന്നും തന്നെ നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ആക്ഷേപിക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടേച്ചാ, ഇന്നെന്തായാലും എനിക്ക് സന്തോഷ വാർത്ത ലഭിക്കുമെന്നല്ലേ അച്ഛൻ പറഞ്ഞത്, ആ സന്തോഷ വാർത്ത കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ കരുണ പറയുന്നുണ്ട് പ്രതാപനോടാണെങ്കിൽ. അങ്ങനെ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, അവർക്ക് രണ്ടമ്മമാരാണുള്ളത്, ഒന്ന് ലേഖയും മഹിയും, അതുപോലെ രണ്ടച്ഛന്മാരുമുണ്ട്, അനന്തവും കണ്ണനും. അതുകൊണ്ട് തന്നെ അവർ 2-4 പേരും കൂടെ കരയുന്നത് ഇന്ന് മോൾക്ക് കേൾക്കാനും അറിയാനും കഴിയും. പിന്നെ ഇതാ ഇവൻ്റെ അമ്മയും കൂടെ ഉണ്ട്, ഈ ദുർഗ. അവളായിരിക്കും ഏറ്റവും കൂടുതൽ കരയാൻ പോകുന്നത്. എന്തായാലും ആ ജാനമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തതെന്നാണ് എന്നെ വിളിച്ച് അയാളുടെ മകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വഴിയെ ഒരു ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഈ വിവരങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. കാരണം കുഞ്ഞാവുമ്പോൾ അതിന് അത്ര വലിയൊരു മരുന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. പയ്യെ പയ്യെ ഇഞ്ചിഞ്ചായിട്ടേ അത് മരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഓ ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, അതിന് ഇത് നീയല്ലല്ലോ ഈ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ആ കുഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, അതിൽ എനിക്കൊരു സംശയക്കുറവുമില്ല. നിങ്ങളുടെ മകളോട് ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, ഇതൊന്നും കണ്ട് സ്വപ്നം നടിക്കണ്ട, അവൾക്ക് എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത വശം, അത് മറുവശത്ത് ഞാനാണെങ്കിൽ മറുവശത്ത് നിങ്ങളായിരിക്കും. അവൾക്ക് സങ്കടം കൊടുക്കുന്നതിൽ ഒരു പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണെന്നൊക്കെ കരുണയുടെ മുമ്പിൽ വെച്ച് പ്രതാപനോട് ഉണ്ണി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പരസ്പരം വഴക്കിട്ടിട്ട് ഒരു കാര്യവുമില്ല, സത്യം എന്തായാലും ഇന്നതാ ഇപ്പം തന്നെ തെളിയാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പോയി ഉണ്ണേട്ടിന് വല്ല ഡ്രസ്സും പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ വെച്ചാൽ കമലേശ്വരം വീട്ടിൽ പോയിട്ട്, അല്ലാതെ ഇവിടെ എത്ര നാളെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുക. എന്തായാലും പോയിട്ട് വരാം, സന്തോഷ വാർത്ത കേൾക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ലേറ്റാവും, അപ്പോഴേക്കും സന്തോഷ വാർത്ത അറിഞ്ഞ അച്ഛൻ എന്നെ ഫോണിലൂടെ വിളിക്കണ്ട, നേരിട്ട് കണ്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ കരുണ പറഞ്ഞിട്ട് കമലേശ്വരം വീട്ടിലോട്ട് കരുണയാണെങ്കിൽ പോകുന്നുണ്ട്. അപ്പോഴേക്കും മുൻവാതിൽ തന്നെ ദുർഗയാണെങ്കിൽ നിൽപ്പുണ്ട്. ഓ ഇനിയിപ്പോൾ ഇവരുടെ വാക്കുകൾ കേട്ടിട്ട് വേണമല്ലോ അകത്തോട്ട് കയറാൻ എന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അതിനുശേഷം കരുണയാണെങ്കിൽ ഓ ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ ചോദിക്കാന്നൊക്കെ മനസ്സിൽ 100 കൂട്ടം ചോദ്യങ്ങൾ മനസ്സിനോട് തന്നെ പറഞ്ഞിട്ടാണ് കമലേശ്വരം വീട്ടിലോട്ട് കയറി പോകുന്നത്. എന്താടി ഞാനിവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ, നീ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, നിൻ്റെ ഭർത്താവും കൊലയാളികളൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മേ ഉടനെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയോട്. ശരി, എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എന്തായാലും നീ ആഗ്രഹിച്ച പോലൊന്നും നടക്കാതിരുന്നല്ലോ, അതെന്തായാലും സന്തോഷമായി. കുഞ്ഞിനെ കൊല്ലാൻ പല രീതിയിലും നീ നോക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ കാര്യം ഞാൻ മാർക്കോയോട് പറയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ കരുണയെ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കരുണയാണെങ്കിൽ റൂമിലോട്ട് പോകുന്നുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കരുണയാണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട്, പകൽ സ്വപ്നം തന്നെ. അത് മാർക്കോ തൻ്റെ കുഞ്ഞിനെയും തന്നെയും ഇല്ലാതാക്കുന്ന സ്വപ്നമാണ് കരുണ കാണുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ സത്യമാവുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.